ഹായ്, നിങ്ങൾ യു കെയിലെ കെയർ ഗിവർ വിസയ്ക്ക് ട്രൈ ചെയ്യുന്ന ഒരാളാണോ? ശരിക്കും പറഞ്ഞാൽ ഇപ്പം കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കെയർ ഗിവറൊക്കെ അത്ര കാര്യമായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പോയിട്ട് ഈ പറയുന്ന ടയർ 2 വിസ അല്ലെങ്കിൽ സ്കിൽ ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ വരുന്ന പ്രോഗ്രാമിലോട്ട് അല്ലെങ്കിൽ കെയർ ഗിവറിലോട്ടോ സീനിയർ കെയറോ അങ്ങനെയുള്ള പ്രോഗ്രാമിലോട്ട് കയറാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു കെയിൽ ഒരു കോഴ്സ് പഠിക്കാൻ പോയിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് NHSലോ അല്ലെങ്കിൽ കെയർ സെൻറ്റേഴ്സിലോ നിങ്ങൾക്ക് നേരിട്ട് കയറി ടയർ 2ലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതായത് വർക്ക് പെർമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതൊരു 9 മാസത്തെ പ്രോഗ്രാമാണ്. അത് ലെവൽ 3 പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേ ബാക്ക് ഇല്ല, ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ജോബിന് ട്രൈ ചെയ്യാൻ പറ്റും. നേരിട്ട് വർക്ക് പെർമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ടയർസിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് നിങ്ങൾക്ക് അഫോർഡബിൾ ഫീസ് തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, IELTS വേണം. IELTS അത് UKV IELTS തന്നെ ആയിരിക്കണം. പിന്നെ 12th കഴിഞ്ഞിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാമെന്നുള്ളതാണ്. 45% മാർക്ക് മിനിമം ഉള്ള 12th പാസ് അയക്കുന്ന ആർക്ക് വേണമെങ്കിലും അത് ഏജോ അല്ലെങ്കിൽ ഇയർ ഗ്യാപ്പോ ഒന്നും പ്രശ്നമല്ല, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പിന്നെയും പറയുന്നു, ഇത് ലെവൽ 3 പ്രോഗ്രാമാണ്. സ്റ്റേ ബാക്ക് ഉണ്ടാവില്ല, ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേര് ജിജി, ഞാൻ സംസാരിക്കുന്നത് സ്റ്റഡിഗോ ഓവർസീസ് കൺസൾട്ടൻസ്.